മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിവാദം നമ്മൾ കുറേ ദിവസം മുൻപ് കേട്ട് അത് കെട്ടടങ്ങി എന്ന് വിചാരിച്ചു. പക്ഷേ കെട്ടടങ്ങിയിട്ടില്ല, അധ്യായം അടഞ്ഞിട്ടില്ല എന്ന് വ്യക്തമാകുകയാണ്. PM ശ്രീ ആ പദ്ധതി മരവിപ്പിക്കണമെന്ന് കേന്ദ്രത്തിന് കത്തയച്ചതിന് പിന്നാലെ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നടത്തിയ പ്രതികരണത്തിൽ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിക്ക് കടുത്ത അതൃപ്തി. കത്തയച്ചത് ആരുടെയും വിജയമായി കാണുന്നില്ല. രാഷ്ട്രീയ ആശയം എങ്ങനെ നടപ്പാക്കണമെന്ന് മറ്റ് കേന്ദ്രങ്ങളിൽ നിന്നും പഠിപ്പിക്കേണ്ട ഗതികേട് CPM-നില്ല. SSK ഫണ്ട് ലഭിച്ചില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം വിദ്യാഭ്യാസ മന്ത്രിക്കല്ലെന്നും V ശിവൻകുട്ടി പ്രതികരിച്ചു. ശിവൻകുട്ടിയുടെ വാക്കുകൾ ആദ്യം. SSK-യുടെ 1500 കോടി രൂപ കിട്ടിയില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലയിൽ എനിക്കില്ല. അത് ഏറ്റെടുക്കേണ്ടവർ ഏറ്റെടുത്തോളാം. PMC പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നതായി അറിയിച്ച് കേന്ദ്ര സർക്കാരിന് സംസ്ഥാന സർക്കാർ കത്തയച്ചത് LDF രാഷ്ട്രീയത്തിന്റെ വിജയമാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ പ്രസ്താവന കണ്ടു. ഇത് ആരുടെയും വിജയത്തിന്റെയും പരാജയത്തിന്റെയും പ്രശ്നമൊന്നുമല്ല. ആരെങ്കിലും ഇടപെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇത് ഏതെങ്കിലും ഒരു കൂട്ടരുടെ വിജയമാണ്, വേറെ കൂട്ടരുടെ പരാജയമാണെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു നയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊണ്ട് ആ നയം കൂടിയാലോചനയിലൂടെ പരിഹാരം കാണണമെന്നുള്ളതിലേക്ക് തീരുമാനിച്ചു. PM ശ്രീ വിഷയത്തിൽ കത്തയച്ചത് LDF രാഷ്ട്രീയത്തിന്റെ വിജയം ജനവിധത്തിലുള്ള വാർത്തയാണ് ബിനോയ് വിശ്വം. അത് താഴോട്ട് പറഞ്ഞിരിക്കുന്ന മുഴുവൻ കാര്യങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ആരെ പറ്റിയാണ് എങ്ങോട്ടാണ് വിരൽ ചൂണ്ടുന്നത് സംബന്ധിച്ച് നന്നായി മനസ്സിലാവും. നമ്മളൊന്നും മണ്ടന്മാരൊന്നുമല്ലല്ലോ. ഇടതുപക്ഷ രാഷ്ട്രീയം എങ്ങനെയാണ് നടപ്പാക്കേണ്ടത് സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും കേന്ദ്രങ്ങളിൽ നിന്ന് CPM പഠിക്കേണ്ട ഗതികേടൊന്നും CPM-നില്ല. അതേസമയം PM ശ്രീയെ കുറിച്ച് ശിവൻകുട്ടിയെ പഠിപ്പിക്കാൻ താൻ ആളല്ലെന്ന് ബിനോയ് വിശ്വം പ്രതികരിച്ചു. MA ബേബിയും MV ഗോവിന്ദനും വിദ്യാഭ്യാസ മന്ത്രിയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ കെൽപ്പുള്ളവരാണ്. മന്ത്രിസഭാ ഉപസമിതിയിൽ എനിക്ക് വിശ്വാസമുണ്ടെന്നും ബിനോയ് വിശ്വം വ്യക്തമാക്കി. ബിനോയ് വിശ്വത്തിന്റെ വാക്കുകൾ കൂടി. ശിവൻകുട്ടി ഇത്രയും പ്രകോപിതനാകാൻ എന്താണ് കാരണമെന്ന് എനിക്കറിയില്ല. ഞാൻ എന്തായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെക്രട്ടറിയാണ്. പ്രകോപനം ഉണ്ടാക്കാനോ പ്രകോപിതരാകാനോ ഞാനില്ല. അതിന് ഏത് രാഷ്ട്രീയ ബോധം എന്നെ അനുവദിക്കുന്നില്ല. ആ രാഷ്ട്രീയ ബോധം എല്ലാവർക്കും വേണം. അതാണ് LDF-ന്റെ കൈമുതൽ. PMC-യെ സംബന്ധിച്ച് സഖാവ് ശിവൻകുട്ടിയെ എന്തെങ്കിലും പഠിപ്പിക്കാൻ ഞാൻ ആളല്ല. PMC-യെ സംബന്ധിച്ചുള്ള ലെഫ്റ്റ് രാഷ്ട്രീയം, ഇടതുപക്ഷ രാഷ്ട്രീയം എന്താണെന്ന് ശിവൻകുട്ടിയെ പഠിപ്പിക്കാൻ എന്നേക്കാളും എന്തുകൊണ്ടും അർഹരും അവകാശമുള്ളവരും സഖാവ് MA ബേബിയും സഖാവ് ഗോവിന്ദൻ മാഷുമാണ്. അവരെ പഠിപ്പിക്കട്ടെ. ഉപസമിതിക്ക് ഗൗരവമുണ്ടെന്ന് എനിക്ക് ബോധ്യമുണ്ട്. ഉപസമിതി കൺവീനറായ ശിവൻകുട്ടിക്ക് ആ ബോധ്യമുണ്ടാകണം. ഈ വിഷയത്തിന്റെ പൊളിറ്റിക്കൽ സൈഡും അനുരണനങ്ങളും എന്താണെന്ന് പരിശോധിക്കാം. എന്നോടൊപ്പം അഭിലാഷ് മോഹനും D പ്രമേഷ് കുമാറും കൂടി ചേരുന്നുണ്ട്. പ്രമേഷ് ഏട്ടാ, അടഞ്ഞു എന്ന് നമ്മൾ കരുതിയ ഒരു അധ്യായമാണ്. ആ അധ്യായം വീണ്ടും തുറക്കപ്പെടുന്ന ഒരു സാഹചര്യം. ഒരു തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് ആ തിരഞ്ഞെടുപ്പ് ഘട്ടത്തിലേക്ക് ഒരു LDF പോകുന്ന ഒരു സമയത്ത് അത് വീണ്ടും തുറക്കപ്പെടുന്നത് എന്തുകൊണ്ടായിരിക്കാം? അല്ല, അതിൽ ഈ PM ശ്രീ പദ്ധതി നടപ്പാക്കാനുള്ള ധാരണാപത്രത്തിൽ നിന്ന് സംസ്ഥാനം പിൻവാങ്ങുകയാണ്. തൽക്കാലത്തേക്ക് ഇത് മരവിപ്പിക്കാനുള്ള തീരുമാനം, രാഷ്ട്രീയ തീരുമാനവും അതുപോലെ തന്നെ മന്ത്രിസഭയും ഏതാണ്ട് ഒരു ഉപസമിതിയെ ഈ വിഷയം റിവ്യൂ ചെയ്യാനും അല്ലെങ്കിൽ ഈ പദ്ധതിയെക്കുറിച്ച് റിവ്യൂ നടത്താനും പുനഃപരിശോധന നടത്താനും ആവശ്യമായ നിർദ്ദേശങ്ങൾ പിന്നീട് സമർപ്പിക്കാനും അതുവരെ പദ്ധതി മരവിപ്പിക്കാനുമായിരുന്നല്ലോ തീരുമാനം, രാഷ്ട്രീയമായും ഭരണപരമായുള്ള തീരുമാനം. പക്ഷേ ആ തീരുമാനം കേന്ദ്രത്തെ അറിയിക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുത്ത് 15 ദിവസം കഴിഞ്ഞ് ഇന്നലെയാണ് ഈ തീരുമാനം അറിയിക്കാൻ വേണ്ടി ഗവൺമെൻറ് കഴിഞ്ഞത്. അത് തികച്ചും സാങ്കേതികമായ വൈകൽ മാത്രമാണ് എന്നായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിരുന്നത്. മാത്രമല്ല, കേന്ദ്ര മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഒരിക്കൽ മാധ്യമ പ്രവർത്തകരോട് ഡൽഹിയിൽ സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞത് ഇത് മരവിപ്പിക്കുകയാണ് എന്ന് വാക്കാൽ സംസ്ഥാനം അറിയിച്ചിട്ടുണ്ട്. പക്ഷേ രേഖാമൂലം ഞങ്ങൾക്ക് അറിയിപ്പൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഈ 15 ദിവസം വൈകിയതുകൊണ്ട് കേരളത്തിനൊരു ഗുണമുണ്ടായി. സമഗ്ര ശിക്ഷ കേരള പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്രം കേരളത്തിന് നൽകേണ്ട ഒരു ഫണ്ടിൻ്റെ ഒരു ഗഡു കുടിശ്ശിക ഈ സമയത്ത് മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ ഈ വിഷയം വന്നപ്പോൾ അതിൻ്റെ ഭാഗമായി സംസ്ഥാനത്തിന് നൽകാമെന്ന് പറയുകയും ആ ഗഡു കുടിശ്ശിക നൽകുകയും ചെയ്തു. അപ്പോൾ എനിക്ക് തോന്നുന്നത് വിദ്യാഭ്യാസ മന്ത്രിയും വിദ്യാഭ്യാസ വകുപ്പും
ഇതിലൊരു മെല്ലെപ്പോക്ക്, കത്തയക്കുന്ന കാര്യത്തിൽ ഒരു മെല്ലെപ്പോക്ക് വരുത്തിയിട്ടുണ്ട് എന്നുള്ളത് ഒരു സംശയമാണ്. കാരണം ആ മെല്ലെപ്പോക്കിനിടയിൽ ഈ കുടിശ്ശിക എന്തെങ്കിലും വാങ്ങിച്ചെടുക്കാൻ കഴിയുമെങ്കിൽ കിട്ടുന്നത് പോരട്ടെ എന്നുള്ള ഒരു നിലപാട്, അതായത് അത് CPI കബളിപ്പിക്കുകയായിരുന്നു. മന്ത്രി വി ശിവൻകുട്ടിയുടെ പാട് അദ്ദേഹത്തിന് അല്ലേ മാത്രമേ അറിയാവുള്ളൂ. ആ വിദ്യാഭ്യാസ വകുപ്പിനകത്തുള്ള ഫണ്ട് വാങ്ങിച്ചെടുക്കാനുള്ള ഒരു വൈകൽ അദ്ദേഹം മനഃപൂർവ്വമായി അല്ലെങ്കിൽ പോലും ഒരു മെല്ലെപ്പൊക്കെ ഉണ്ടായിരുന്നിരിക്കാം. ഒരുപക്ഷെ അതിന് ഉദ്യോഗസ്ഥന്മാരുടെ സാങ്കേതികമായ നടപടിക്രമങ്ങളുടെ വൈകലാകാം. എന്തായാലും CPI ഇക്കാര്യത്തിൽ പിന്നാലെ ഉണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ. ഈ തീരുമാനം എടുപ്പിക്കുന്ന കാര്യത്തിലെ രാഷ്ട്രീയ സമ്മർദ്ദം പോലെ തന്നെ തീരുമാനത്തിൽ കത്തയക്കാനും ഒരു സമ്മർദ്ദം CPI നടത്തി. ഇന്നലെ ബിനോയ് വിശ്വം തന്നെ സംസ്ഥാന സെക്രട്ടറിയെ കണ്ടു, CPI മന്ത്രിമാർ മുഖ്യമന്ത്രിയെ കണ്ടു. അങ്ങനെ വൈകുന്ന കാര്യത്തിൽ CPIക്ക് ഉള്ളിൽ ഒരു അമർഷം ഉണ്ടായിരുന്നു, നീരസം ഉണ്ടായിരുന്നു. തീർച്ചയായും. അഭിലാഷ്, ഇന്ന് രണ്ടുപേരുടെയും വാക്കുകൾ കേൾക്കും, മുനവച്ച വാക്കുകളാണ്, ഒളിയമ്പുകളുണ്ട് അതിനകത്ത്. അപ്പോൾ ഇത് വല്ലാത്ത രീതിയിലൊരു ഹർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് നേരത്തെ തന്നെ വിദ്യാഭ്യാസ മന്ത്രി ഈ വിഷയം, അതായത് PMC നിന്ന് പിൻവാങ്ങുന്നു എന്ന തീരുമാനമല്ലോ ഒരുപക്ഷെ പാർട്ടി തലത്തിൽ എടുക്കുന്ന ദിവസം പോലും വിദ്യാഭ്യാസ മന്ത്രി ചോദ്യങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറും. വല്ലാത്തൊരു ഹാർട്ട് അദ്ദേഹത്തെ സംബന്ധിച്ച ഒരു കോംപ്ലക്സ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ രീതിയിലേക്ക് ഉണ്ടായിരുന്നിരിക്കണം. കാരണം മുഖ്യമന്ത്രിയെ പോലും ഈ വിഷയത്തിൽ വലിച്ചിഴച്ചുകൊണ്ടാണ് തെരുവിൽ ഈ വിഷയത്തെ പോലും ചർച്ച ചെയ്തത്. ഇന്നിപ്പോൾ ശിവൻകുട്ടി ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത് ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് കൂടിയാണ്. ഇത് സ്വാഭാവികമായി എങ്ങനെയൊക്കെ ചർച്ചയ്ക്ക് മാറുമെന്ന് ബോധ്യമുള്ള ആളുമാണ്. അപ്പോൾ ഒരു പാർട്ടിയുടെയും മുഖ്യമന്ത്രിയുടെയൊക്കെ ഒരു പിന്തുണയോടുകൂടി ആയിരിക്കുമോ ശിവൻകുട്ടി ഇങ്ങനെയുള്ള വാക്കുകൾ പറഞ്ഞിരിക്കുക? അല്ല, ഇതിൻ്റെ പ്രശ്നം 2 ആഴ്ച മുമ്പാണ് PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോവേണ്ട എന്ന് തീരുമാനിച്ചത്. അതനുസരിച്ച് CPI അവരുടെ നിലപാടിൽ വിട്ടുവീഴ്ച ചെയ്തത്, മന്ത്രിസഭാ യോഗത്തിൽ CPI മന്ത്രിമാർ പങ്കെടുത്തത് നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷേ അന്നെടുത്ത തീരുമാനം, അതായത് കേന്ദ്ര സർക്കാരിന് ഞങ്ങളിപ്പോൾ ഈ പദ്ധതി നടപ്പാക്കുന്നില്ല എന്ന് കാണിച്ച് കത്തയക്കണം എന്ന കാര്യം അന്ന് തീരുമാനിച്ചതാണ്. പക്ഷേ ആ തീരുമാനം നടപ്പാക്കിയിരുന്നില്ല. അത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ, പ്രമേഷൻ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ മാത്രമാണ് പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി K. വാസുകി ഔദ്യോഗികമായി കേന്ദ്ര സർക്കാരിനെ ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ 2 ആഴ്ച ആദ്യത്തെ ഈ സംഭവം കഴിഞ്ഞ്, അതായത് ഈ മീറ്റിംഗ് കഴിഞ്ഞ് അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ CPI മന്ത്രിമാർ ഇക്കാര്യത്തിൽ ഒന്നും പറഞ്ഞില്ല. പക്ഷെ അവർ വെയിറ്റ് ചെയ്യായിരുന്നു. പക്ഷേ കത്തയക്കുന്നില്ല, കത്തയക്കുന്നത് വൈകുന്നു എന്ന് പറഞ്ഞ് മാധ്യമങ്ങളിലൊക്കെ വാർത്ത വരുന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ CPI മന്ത്രിമാർ മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷം മാത്രമാണ് ഔദ്യോഗികമായി വിദ്യാഭ്യാസ വകുപ്പ് ഇങ്ങനൊരു കത്തയക്കുന്നത്. എന്ന് പറഞ്ഞാൽ എടുത്ത തീരുമാനം നടപ്പാക്കപ്പെടാൻ. അവിടെ ഈ CPI സംസ്ഥാന സെക്രട്ടറി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈ SSK ഈ സംസ്ഥാനത്തിന് കിട്ടേണ്ട ഫണ്ടിന് എന്തിനാണ് ഈ PMC ആയിട്ട് നിങ്ങൾ കൊണ്ടുകെട്ടി ഈ വിദ്യാഭ്യാസ മന്ത്രി അടക്കം ഇങ്ങനെ എന്തിനാണ് സംസാരിക്കുന്നത്? ഒരു ധ്വനിയാണ് അദ്ദേഹം ചോദിക്കുന്നത്. അല്ല, PM ശ്രീ പദ്ധതിയുമായി കൊണ്ടുകെട്ടുന്നത് സംസ്ഥാന സർക്കാരല്ല, കേന്ദ്ര സർക്കാരാണ്. സമാനമായ സാഹചര്യം പഞ്ചാബ് ഇതുപോലെ PM ശ്രീ പദ്ധതിയിൽ നിന്ന് ഇപ്പോൾ കേരളം ഞങ്ങൾ നടപ്പാക്കുന്നില്ല എന്ന് കത്ത് കൊടുത്തതുപോലെ പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി സർക്കാർ സമാനമായ വിധത്തിൽ കത്ത് കൊടുത്തിരുന്നു. അവരുടെ PM ശ്രീ അസോസിയേറ്റ് ചെയ്ത് തന്നെയാണ് ഈ പറഞ്ഞ സർവ്വശിക്ഷാ അഭിയാന്റെ ഫണ്ട് കൊടുത്തിരുന്നത്. ആ ഫണ്ട് തടസ്സപ്പെട്ടു. പിന്നെ അവർ നിയമ പോരാട്ടത്തിന് പോവുകയും പിന്നീട് പിന്മാറുകയൊക്കെ ചെയ്തതാണ്. അപ്പോൾ ഇത് ഒന്നാമത്തെ പ്രശ്നം വെച്ചാൽ ഇത് ഡിസ്ക്രിഷണറി ഗ്രാൻഡ് ആണ്, സ്റ്റാറ്റ്യൂട്ടറി ഗ്രാൻഡ് അല്ല. അപ്പോൾ അതിനും ഈ പറഞ്ഞ ഏതെങ്കിലും തരത്തിലുള്ള നിബന്ധനകൾ വെക്കാനുള്ള അവകാശം കേന്ദ്ര സർക്കാർ. ഞാൻ പ്രതീക്ഷ 100 രൂപ തരില്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ വാങ്ങിക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ അദ്ദേഹം പറയാണ്, പാർട്ടി സെക്രട്ടറി CPI പറയാണ് അദ്ദേഹത്തിന്റെ അടുത്ത ചോദ്യം അദ്ദേഹം പറയുന്നത്, നമുക്ക് പൊളിറ്റിക്കലി ആൻഡ് ലീഗലി നമുക്ക് ഫൈറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ലേ എന്ന് ചോദിക്കാം. അത്ര സാധ്യമാണോ? അത് അല്ല, ലീഗൽ ഫൈറ്റ് ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഇവിടെ നടക്കുന്ന ഒരു കേസ് തന്നെ ഉണ്ട്. നിയമപരമായ പോരാട്ടം നടക്കുന്നുണ്ട്. നിയമപരമായ പോരാട്ടം നടന്ന് എന്നൊരു പ്രശ്നമുണ്ട്. അപ്പോഴും ഈ പ്രശ്നമുണ്ട്. അതായത് ഇതുപോലെയുള്ള ഇത് സ്റ്റാറ്റ്യൂട്ടറി ഗ്രാൻഡ് അല്ല എന്നൊരു പ്രശ്നമുണ്ട്. ഇത് ഡിസ്ക്രിഷണറി ഗ്രാൻഡ് ആണ്. അപ്പോൾ ഈ ഗ്രാൻഡുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന് നിബന്ധനകൾ വെക്കാം എന്നിരിക്കെ ലീഗലായ പോരാട്ടം നടത്തി. 6 മാസം കഴിഞ്ഞ തെരഞ്ഞെടുപ്പാണ്. കേരളത്തിന് അനുഭാവപൂർണ്ണമായ ഒരു സമീപനം, ഒരു ഉത്തരവ് കിട്ടിയാൽ നല്ലതാണ്. പക്ഷെ അത് കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ഇനി കിട്ടിയാൽ തന്നെ എന്ന് കിട്ടുമെന്ന പ്രശ്നമുണ്ട്. അപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഒരു മനസ്സിലിപ്പെന്ന് പറഞ്ഞാൽ കിട്ടുന്നത്ര പണം കിട്ടട്ടെ എന്നുള്ളതായിരുന്നു. പക്ഷേ CPI വെയിറ്റ് ചെയ്യാൻ തയ്യാറായിരുന്നില്ല. CPI ആ സമ്മർദ്ദം കടുപ്പിച്ചു. അങ്ങനെ സത്യത്തിൽ കത്തയക്കാൻ തീരുമാനിച്ചിട്ട് കത്തയക്കാതിരുന്ന സാഹചര്യത്തിൽ CPI വീണ്ടും സമ്മർദ്ദം ചെലുത്തിയിട്ടാണ് ഇന്നലെ കത്തയച്ചത്. അപ്പോൾ അതിനോടുള്ള ചൊരുക്കാണ് ഇന്ന് ശിവൻകുട്ടി പ്രകടിപ്പിച്ചത്. അവിടെ പ്രമേശ് ചേട്ടാ, ഈ ശിവൻകുട്ടി പറയുന്നത് തെരഞ്ഞെടുപ്പ് കാലമാണ്, ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ നൽകിയ മറുപടിയിൽ ബിനോയ് വിശ്വം പറയുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങൾക്ക് ഏറ്റവും കെട്ടുറപ്പുള്ള, അതായത് LDFന്റെ കെട്ടുറപ്പ് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അദ്ദേഹത്തെ, അതായത് ശിവൻകുട്ടി ഞങ്ങളെ പഠിപ്പിക്കേണ്ടതില്ല എന്ന് പറയുകയാണ്. അതായത് വ്യക്തമായൊരു സ്റ്റാൻഡാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ വിഷയത്തിന്റെ ചർച്ചകൾ അത് ഏതെങ്കിലും തരത്തിൽ ഡാമേജ് ഉണ്ടാക്കുമോ, അതല്ല അടഞ്ഞ അധ്യായമല്ല എന്ന് പറയുകയാണ് വിദ്യാഭ്യാസ മന്ത്രി.
പ്രശ്നം തൽക്കാലത്തേക്ക് വീണ്ടും കെട്ടടങ്ങി. ഇതിനകത്ത് പ്രശ്നം വിദ്യാഭ്യാസ മന്ത്രി ഈ തീരുമാനത്തോട് പൊരുത്തപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഈ വിഷയം കഴിഞ്ഞതിന് ശേഷവും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ചില കാര്യങ്ങളിൽ ഖിന്നനായിരുന്നു. കാരണം അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് ചിലർ ആക്രമിച്ചു. പിന്നെ അവിടെ കോലം AIYF മന്ത്രിയുടെ കോലം കത്തിച്ചു. അപ്പോൾ സ്വന്തം കോലം ഘടകകക്ഷിയിലെ യുവജന സംഘടനക്കാർ കത്തിക്കുന്നതൊക്കെ കാണേണ്ടി വന്ന ഒരു മന്ത്രിയുടെ വേദന നമുക്ക് ഊഹിക്കാവുന്നതാണ്. ആ വ്യക്തിപരമായ വേദന അദ്ദേഹത്തിനുണ്ട്. വീണ്ടും CPI ഇത്തരം രാഷ്ട്രീയമായ ഒരു സമ്മർദ്ദം ചെലുത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് കത്തയക്കുന്നത് എന്ന മട്ടിലുള്ള സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു പ്രതീതി പരന്നല്ലോ. സ്വാഭാവികമായിട്ട് അതായിരിക്കണം വി ശിവൻകുട്ടിയെ വീണ്ടും പ്രകോപിപ്പിച്ചത് എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ഇതിനകത്ത് വിഷയം എന്തെന്നൊക്കെ പറഞ്ഞാലും CPI മുന്നോട്ട് വയ്ക്കുന്നത് ഒരു രാഷ്ട്രീയ പ്രശ്നമാണ്. ഇതിനകത്ത് ഈ പറഞ്ഞ NEP നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഒരു തരത്തിലും പിൻമാർഗത്തിൽ കൂടെ പോലും ഇത് അവതരിപ്പിക്കാൻ പാടില്ല, നടപ്പാക്കാൻ പാടില്ല. അതാണ് PM ശ്രീ പദ്ധതി എന്നുള്ള ഒരു രാഷ്ട്രീയമായ നിലപാടാണ്. വിദ്യാഭ്യാസ മന്ത്രി ആയിക്കോട്ടെ പ്രായോഗികമായി ഫണ്ട് കിട്ടാനുള്ള ഒരു ശ്രമമാണ്. അതായത് ഈ ഫണ്ട് കിട്ടിയില്ലെങ്കിൽ ഞാൻ ഉത്തരവാദിയല്ല എന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസ മന്ത്രി പറയുമ്പോൾ എന്താണ് നമ്മൾ ഫണ്ട് കിട്ടാത്തതിന്റെ പ്രശ്നമാണ് രണ്ടാമത്തെ പ്രശ്നം. അല്ല, ഞാൻ ഇങ്ങനെ കരാറിൽ നിന്നും പിൻവാങ്ങി കഴിഞ്ഞിട്ട് അടുത്ത ഇനി കേന്ദ്രത്തിന്റെ സമീപനം എന്തായിരിക്കും? അല്ല, എന്തായാലും വിദ്യാഭ്യാസ മന്ത്രിക്ക് ആശങ്കയുണ്ടോ? അല്ല, എന്തായാലും PM ശ്രീ പദ്ധതി കേരളം നടപ്പാക്കുന്നില്ലെങ്കിൽ സർവ്വശിക്ഷാ അഭിയാൻ കേരളത്തെ സംബന്ധിച്ചത് സർവ്വശിക്ഷ കേരള SSK ആണ്. അതിന് ഫണ്ട് കിട്ടില്ല, സാധാരണ നിലയ്ക്ക് കിട്ടില്ല എന്നുള്ളതാണ്. അത് അങ്ങനെ തന്നെ നിൽക്കും എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ശിവൻകുട്ടിയെ സംബന്ധിച്ച് വേറൊരു പ്രശ്നം, എന്നെ സംഘിക്കുട്ടി എന്ന് ഘടകകക്ഷിയുടെ യുവജന സംഘടനയുടെ നേതാക്കളും പ്രവർത്തകരും വിളിച്ചു. അപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യമുണ്ട്, ഈ RSS വിരുദ്ധതയിൽ, സംഘപരിവാർ വിരുദ്ധതയിൽ ചിലരങ്ങ് വലിയ ചാമ്പ്യന്മാരും ഞങ്ങളൊന്നും അങ്ങനെ അല്ല എന്ന മട്ടിൽ വേണ്ട. ഈ വിഷയങ്ങളിലൊക്കെ ഇപ്പോൾ സംഘപരിവാറിനോടുള്ള രാഷ്ട്രീയ നിലപാടിന്റെ കാര്യത്തിൽ ഇടത് കക്ഷികൾക്കെല്ലാം ഒരേ സമീപനമാണ്, ഒരേ മെറിറ്റാണ്. ചമയണ്ട, അതായത് CPM അല്ലെങ്കിൽ ശിവൻകുട്ടിയെ ഒരു ഏതെങ്കിലും തരത്തിൽ വിട്ടുവീഴ്ച ചെയ്യുന്ന ആളായി ചിത്രീകരിച്ചു എന്നുള്ളതിന്റെ പ്രശ്നം. ഇതിപ്പോ CPM വേഴ്സസ് CPI എന്നത് ഏറ്റവും അവസാനം CPI വേഴ്സസ് വി ശിവൻകുട്ടി എന്ന മട്ടിലായി എന്ന് വേണം തീർച്ചയായും. എന്തായാലും നമുക്ക് അതിന്റെ തുടർ പ്രതികരണങ്ങൾ ആരും പ്രതികരിക്കുന്നില്ല. MP ഗോവിന്ദനോട് ചോദിച്ചു, അദ്ദേഹം ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നില്ല. അപ്പോൾ എന്താണ് ശിവൻകുട്ടിയുടെ സ്റ്റാൻഡ് തന്നെയായിരിക്കുമോ CPM ഓൺ ചെയ്യുക നേതൃതലത്തിൽ അടക്കമെന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം.